ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആൻറ്റിയമ്മ വന്നിട്ട് മാനസിക്ക് ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ട് പറയുകയാണ്, കൺമണിയും നീയും കൂടെ നിന്നാൽ കൺമണിക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോവുക. അതുകൊണ്ട് ഇനി മുതൽ നീ പാലൊക്കെ കുടിക്കണം. ഇതിൽ ഞാൻ വേറെയും കുറേ ചേരുവകൾ ചേർത്തിയിട്ടുണ്ട്. ഇത് കുടിച്ചാൽ 10 ദിവസത്തിനകം നിനക്ക് നല്ല സൗന്ദര്യവും ഉണ്ടാവും, നല്ല ഊർജവും ചുറുചുറുക്കൊക്കെ വരും. പിന്നെ കൃഷിനെ നിനക്ക് വീഴ്ത്താൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് ആൻറ്റിയമ്മ മാനസയെ ഒരു ഗ്ലാസ് പാല് മുഴുവനും കുടിപ്പിക്കുന്നു. എന്നിട്ട് ആൻറ്റിയമ്മ പോവുകയാണ്. അതിനുശേഷം മാനസിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എങ്ങനെയെങ്കിലും കൃഷിനെ വശീകരിച്ച് തൻ്റേതാക്കണം എന്നൊക്കെയാണ് മാനസിയുടെ മനസ്സിൽ. അതിനുശേഷം കൃഷിനെ കാണിക്കുകയാണ്. കൃഷ് രാത്രിയിൽ ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് കൃഷിന്റെ ഫോണിലേക്ക് കൺമണി വിളിക്കുന്നത്. പിന്നീട് കൃഷും കൺമണിയും തമ്മിൽ കുറെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷി കൺമണിയോട് പറയുകയാണ്, രാവിലെ വാതിലിന് മുട്ടു കേൾക്കുമ്പോൾ നീ വന്ന ആ കതക് അങ്ങോട്ട് തുറന്നോ, ഞാൻ നിന്റെ മുന്നിൽ തന്നെ ഉണ്ടാവും എന്നൊക്കെ കൃഷി കൺമണിയോട് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ കൺമണിക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം അവർ ഫോൺ വെച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ കൺമണി പെട്ടെന്ന് വാതില് മുട്ടുന്ന സൗണ്ട് കേട്ടിട്ട് എഴുന്നേൽക്കാണ്. കൺമണി രാവിലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് എഴുന്നേൽക്കുന്നത്. കാരണം തലേ ദിവസം കൃഷി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് കൺമണി എണീക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാതിലിന്റെ മുട്ട് കേൾക്കുമ്പോൾ, നീ ധൈര്യമായിട്ട് വാതിൽ പോയി തുറന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാകും, നിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നൊക്കെ കൃഷി കൺമണിയോട് പറഞ്ഞത് ഓർത്തിട്ട് കൺമണി വളരെ സന്തോഷത്തോടു കൂടി പോയി വാതിൽ തുറക്കുകയാണ്. എന്നാൽ വാതിൽ തുറന്നതും കൺമണി ആകെ ഷോക്ക് ആവുകയാണ്. കൃഷിനെ പേടിച്ച് വരുൺ ധനലക്ഷ്മി പറഞ്ഞതിനനുസരിച്ച് CI അനിരുദ്ധ് സാർ വഴി പോലീസ് പ്രൊട്ടക്ഷൻ വെക്കുകയാണ്. കൺമണി വാതിൽ തുറക്കുന്നതും ഒരു ലേഡി പോലീസ് കൺമണിയോട് പറയാണ്, കല്യാണത്തിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും ഉഡായിപ്പ് നടത്താന്ന് ആരും വിചാരിക്കണ്ട എന്ന് കൺമണിയോട് ആ ലേഡി പോലീസ് പറയാണ്. അപ്പോഴേക്കും ധനലക്ഷ്മി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ധനലക്ഷ്മി അപ്പോൾ ആ ലേഡി പോലീസിനെ മേഡം എന്ന് വളരെ സന്തോഷത്തോടു കൂടി വിളിക്കുകയാണ്. എന്നാൽ ആ ലേഡി പോലീസ് ധനലക്ഷ്മിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ ലേഡി പോലീസ് ധനലക്ഷ്മിയോട് ചോദിക്കുകയാണ്, ആരാടി നീ എന്ന്. ഇത് കേൾക്കുമ്പോൾ ധനലക്ഷ്മി ആകെ ഷോക്ക് ആവുകയാണ്. അതിനുശേഷം അമ്മായിമാര് 3 പേരും കൂടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ വന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് അമ്മായിമാര് പറയുകയാണ്, കാര്യത്തിന്റെ പോക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ വരുൺ തന്നെ കൺമണിയെ കെട്ടുന്നുള്ള കാര്യം ഉറപ്പായി. ഇനി ഇതിൽ കൂടുതൽ കൃഷി സാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമുക്കിനി വരുണിന്റെ കൂടെ തന്നെ നിൽക്കാം. ഇതോടുകൂടി നമുക്ക് എല്ലാത്തിനും ഒരു വ്യക്തത വന്നല്ലോ. വരുൺ തന്നെയായിരിക്കും ഇനി കൺമണിയെ കെട്ടാൻ പോകുന്നത്. നമുക്ക് ഇനി വരുണിന്റെ കൂടെ നിന്നിട്ട് എങ്ങനെയെങ്കിലും ലക്ഷ്മിയുടെ കയ്യിലുള്ള ആ 101 പവൻ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാം എന്നൊക്കെ അമ്മായിമാര് പറയാണ്. അതിനുശേഷം കൺമണിക്ക് ആകെ പേടിയായിട്ട്, വരുൺ എന്തായാലും ഇനി എന്നെ തന്നെ വിവാഹം കഴിക്കുകയുള്ളൂ, പോലീസ് പ്രൊട്ടക്ഷൻ എല്ലാം വന്നതല്ലേ എന്നൊക്കെ ഓർത്ത് കൺമണി വേഗം കൃഷിനെ ഫോൺ ചെയ്ത് ഇതെല്ലാം പറയാമെന്ന് വിചാരിക്കുകയാണ്. ഫോൺ എടുത്ത് കൃഷിനെ കൺമണി വിളിക്കുന്നുണ്ടെങ്കിലും കൃഷി ഫോൺ എടുക്കുന്നില്ല. കൺമണി വീണ്ടും വീണ്ടും കൃഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ താങ്കൾ വിളിക്കുന്ന കോളുകളൊന്നും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ഫോണിൽ പറയുന്നത്. കൺമണിയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തുപറ്റി, സാർ എന്താണ് ഫോൺ എടുക്കാത്തത് എന്ന് ആലോചിച്ച് ടെൻഷനും സങ്കടവുമൊക്കെ കൺമണിക്ക് വരുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ.